എന്റെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഈ മദ്രസ അധ്യാപകൻ എന്നൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ മുഴുവൻ ഭയങ്കര ഉടായ്പകളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില സെക്ഷൽ വീഡിയോസുകൾ, മദ്രസ അധ്യാപകൻ ഇന്നയാളെ പീഡിപ്പിച്ചു, മദ്രസ അധ്യാപകന് പ്രകൃതി വിരുദ്ധമായി പീഡിപ്പിച്ചു എന്നീ തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആണ് ആ ഒരു പേരടിക്കുമ്പോൾ നമ്മുടെ ഇന്റർനെറ്റിലൊക്കെ പലപ്പോഴും കിട്ടുന്നത്. ഞാൻ പറഞ്ഞു വെക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാര്യത്തിന് ഒരു സഹായം കൊടുക്കുന്ന രീതിയിൽ കുറെ എണ്ണം ഇറങ്ങി തിരിച്ചിട്ടുണ്ടാകും. നമുക്ക് ട്രെയിനിൽ വെച്ചിട്ട് ഒരു മദ്രസ അധ്യാപകൻ, ഇദ്ദേഹം മദ്രസ അധ്യാപകനല്ല എന്നും അതേസമയം അയാൾ എനിക്ക് അറിയുന്ന ആളെന്നൊക്കെ കൊണ്ട് വേറൊരു മനുഷ്യൻ വന്നിട്ടുണ്ട്. അത് എത്രത്തോളം സത്യം എന്നറിയില്ല. ഞാൻ അയാളെ കോണ്ടാക്ട് ചെയ്യാനൊക്കെ കുറെ ശ്രമം നടത്തി വെക്കും. പക്ഷെ അയാളുടെ ഇൻസ്റ്റാഗ്രാം ID നമുക്ക് മെസ്സേജ് പോലും അയക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അദ്ദേഹം ഇൻസ്റ്റാഗ്രാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും ഒരു ട്രെയിനിൽ വെച്ചിട്ട് ഒരു മദ്രസ അധ്യാപകൻ ഒരു പെൺകുട്ടിക്ക് നേരെ കാട്ടിക്കൂട്ടുന്ന കാര്യം ആലോചിക്കുക. കുൽസിത പ്രവർത്തനങ്ങളാണ്. എന്തൊരു മാന്യനാ കേട്ടാ ഓനോന്റെ സാമാനൊക്കെ. സംഭവിച്ചത് ഒരാള് പെട്ടെന്ന് എന്റെ അടുത്ത് വന്നിരുന്നു. കണ്ടപ്പോ ഭയങ്കര സൈലന്റ് പേഴ്സണായിട്ട് തോന്നി. പിന്നെ ഞാനങ്ങനെ ഉറക്കം വന്നപ്പോ അങ്ങനെ ഉറങ്ങി. ആള് എന്റെ ജസ്റ്റ് നമുക്ക് 3 വട്ടം ഇങ്ങനെ തട്ടി. അപ്പൊ എണീറ്റു കൂടെ ആളിങ്ങനെ ബാഡായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കെ. എനിക്ക് കണ്ടപ്പോ ആകെ ഷോക്കായി. എനിക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല. എങ്ങനെയുണ്ട്? ഇത് കേരള സ്റ്റോറീസോ എന്താണ് ചാനലിന്റെ കൃത്യമായിട്ടുള്ള പേര്? കേരള ടീം 5 എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ID എന്നാണ് എനിക്ക് ഈ വീഡിയോ കിട്ടുന്നത്. ഈ ഒരൊറ്റ വീഡിയോ അതിൽ ഇട്ടിട്ടുള്ളൂ കേട്ടോ. വേറെ വീഡിയോ ഒന്നും കാണാനില്ല. അവർക്ക് മെസ്സേജ് അയക്കാൻ നമുക്ക് സാധിക്കെതിരെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഒരു വലിയ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തന്നെ ഈ മദ്രസ അധ്യാപകർക്കെതിരെ നമ്മുടെ കേരളത്തില് ഗംഭീരമായിട്ടുള്ള ഒരു ചില പ്രചാരണമൊക്കെ നടക്കുന്നുണ്ട്. ആ പ്രചാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്രസ അധ്യാപകർ മുഴുവൻ പീഡിപ്പിക്കുന്നവരാണ്, അവർ ഭയങ്കര റോങ് ആണ്, ഇങ്ങനെ സെക്ഷലായിട്ട് ചെറിയ കുട്ടികളെ പോലും ഉപദ്രവിക്കുന്നവരാണ് എന്നീ തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ ശക്തമായിരിക്കുന്ന സമയത്ത് അതിന് വല്ല സഹായം കൊടുക്കുന്നതില് ഇമാതിരി പ്രവർത്തനങ്ങളൊക്കെ ഇവർ നടത്തുമ്പോൾ എന്തോ ഒരു കഷ്ടമെന്ന് ആലോചിക്കുക. അത് മാത്രമല്ല, ഈ പലപ്പോഴും മതത്തില് ഈ സ്ത്രീകൾ യാത്ര പോകാൻ പാടില്ല, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സ്വർഗം കിട്ടണ്ടേ എന്നീ തരത്തിലുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തിക്കൂട്ടുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാൾ പോലും ഇത്തരത്തിൽ വെകിളി പിടിച്ച ആളുകളെ നിയന്ത്രിക്കാൻ ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇത് ചാനൽ വന്ന സമയത്ത് ആ റീൽ ഇപ്പോ കൊള്ളാലോ, ആ റീൽ അവര് മുക്കിയല്ലോ, സൂപ്പർ. എന്തായാലും ഞാൻ അതിന്റെ കമന്റുകളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ റീലുകളൊക്കെ ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് മുക്കിയിട്ടുണ്ട്. എന്നാൽ അതിന്റെ അടിയിൽ വേറൊരു മനുഷ്യൻ വന്നിട്ട് ഒരു നല്ല കമന്റ് ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ കമന്റിന് ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു ഞാനിപ്പോ ഒന്ന് വായിക്കാന്ന് വിചാരിച്ചേ. അവൻ പറയുന്നത്, ഇത് എൻ്റെ കോളേജിൽ പഠിക്കുന്ന പയ്യനാണ്, ഇവൻ എനിക്ക് അറിയാം, ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിൽ ഉണ്ടോ നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവൻ എനിക്കറിയാം, ഇത് എൻ്റെ കോളേജിൽ പഠിക്കുന്ന ഒരു ആളാണ്, അവനൊരു മദ്രസ അധ്യാപകനായിട്ടില്ല, പഠനം ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ. എന്തായാലും ഞാൻ കോളേജിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട്, ഇവന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്തായാലും കോളേജിൽ തിരികെ വാങ്ങിക്കും. എന്തോ വാഫിയോ അങ്ങനെ സഖാഫിയോ അങ്ങനെ എന്തൊക്കെ ഒരു ഡിഗ്രി പഠനമൊക്കെ ഇവർക്കുണ്ടല്ലോ, ആ ഒരു സർട്ടിഫിക്കറ്റ് ഇവർ തിരിച്ചു വാങ്ങിക്കും. അവനെ ഈ ഒരു പണി ഒഴിവാക്കും. എന്നെപ്പോലുള്ള നല്ലവരായിട്ടുള്ള ആളുകൾ പോലും നാറ്റിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മദ്രസ അധ്യാപകന്മാരെ നാറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇവനെപ്പോലുള്ള കുറെ ഞരമ്പന്മാർ ഇറങ്ങിത്തിരിക്കുന്നത്. എന്തൊരു കഷ്ടമാണ് എന്ന രീതിയിൽ വേറൊരു ഇങ്ങനെ ഒരു പഠനം കഴിഞ്ഞൊരു പയ്യൻ എഴുതിയിട്ടുണ്ട്. എന്തായാലും ഇതിൽ വെച്ച് അവസാനിക്കുന്നില്ല കേട്ടോ. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ റിപ്പോർട്ടർ ചാനൽ വന്ന ഒരു വാർത്ത കൂടി നിങ്ങളുടെ മുമ്പിലേക്കൊന്നും വെക്കാം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. ട്രെയിനിൽ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം. കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റിയിൽ ഇന്നലെ രാവിലെയാണ് സംഭവം. വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ കണ്ണൂർ പടയപ്പങ്ങാട് സ്വദേശി ജോർജ് ജോസഫിനെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. ദുരനുഭവം സാമൂഹിക മാധ്യമത്തിൽ പങ്കുവെച്ച് വിദ്യാർത്ഥി. ഇത് നടക്കുന്നത് ട്രെയിനിലാണ്. ഇത് ജോർജ് ജോസഫ് എന്നാണ് പേര്. കൃത്യമായിട്ട് പറയാം, മുസ്ലിം അല്ല, ഒരു ക്രിസ്ത്യനാണ്. ഇത് മുസ്ലിമോ ക്രിസ്ത്യനോ എന്നൊന്നും വ്യത്യാസമില്ല, ഹിന്ദു ഒന്നും വ്യത്യാസമില്ല. ഞരമ്പന്മാര് എല്ലാവരിലും ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിനകത്ത് നിങ്ങൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം,
നിങ്ങൾ മുസ്ലിമിനിട്ട് ആക്രമിക്കുകയാണ് എന്നുള്ളതാണ്. ഇത് മുസ്ലിമിനെ ഇട്ട് ആക്രമിക്കുക എന്ന രീതിയിൽ ആരും കാണേണ്ട ആവശ്യമില്ല. ഒരു ഞരമ്പനിട്ട് പണി കൊടുക്കാന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഇവനൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നാറ്റിച്ച് വെക്കും. കാരണം ഇത്തരത്തിലുള്ള ഈ ലൈംഗിക വൈകൃതങ്ങളുള്ള സ്വഭാവങ്ങളുള്ള ആളുകളൊക്കെ പരസ്യമായിട്ടാണ്. ഒരു ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എത്ര പേരുണ്ടാവും ചുറ്റും കൂടി നിൽക്കുന്നത്. ആ ട്രെയിനിൽ സഞ്ചരിക്കുന്ന സമയത്തും തൻ്റെ പെനിസ് പിടിച്ചിട്ട് ഇളക്കാനും അപ്പുറത്തിരിക്കുന്ന പെൺകുട്ടിയെ കാണിച്ചു കൊടുക്കാനും എന്നാ വാ നമുക്കിതൊരു വർക്കിന് പോയിട്ട് വരാം എന്ന രീതിയിലൊക്കെ ആളുകൾ ക്ഷണിക്കാൻ ഇതിനൊക്കെ വേറെ വല്ലയിടത്തും കൊണ്ടുപോയിട്ട് ഒരച്ചൂടെ. അല്ലെങ്കിൽ എത്ര വേശ്യാരങ്ങളൊക്കെ ഉണ്ട് വല്ലയിടത്തും പോയിട്ട്, ഇല്ലയോ? ഇതൊക്കെ തീർത്തിട്ട് വന്നാൽ പോരെ. ഈ പരസ്യമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതാ ഒരു ക്രിസ്ത്യൻ ചങ്ങാതി ഇതാ അടുത്തതായിട്ട്, അതായത് ഞരമ്പൻ. ഞാൻ പറയുന്ന മതങ്ങൾ വെച്ച് നോക്കണ്ട, ഞരമ്പൻ. തിരക്കുള്ള ട്രെയിനിലായിരുന്നു ഈ ജോർജ് ജോസഫിന്റെ ലൈംഗികാതിക്രമം. ദൃശ്യങ്ങൾ പകർത്തിയത് വിദ്യാർത്ഥിനിയാണ്. ഇപ്പോൾ ബിജീഷ് ഗോവിന്ദൻ ചേരുന്നുണ്ട്. എന്താണ് അവന്റെ ആസ്വാദനം? ബിജീഷ് ഗോവിന്ദൻ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചിരുന്നു. ഈ ജോർജ് ജോസഫിനെ അപ്പോൾ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇന്നലെ രാവിലെയാണ് കോയമ്പത്തൂരിൽ നിന്ന് മംഗളൂരിലേക്ക് പോകുമായിരുന്ന ഇന്റർസിറ്റി എക്സ്പ്രസിൽ ഈ സംഭവം നടക്കുന്നത്. പെൺകുട്ടി ഷൊർണൂരിൽ നിന്ന് കാസർഗോഡേക്കുള്ള യാത്രയിലായിരുന്നു. കോഴിക്കോട് എത്തിയപ്പോഴാണ് ഈ പറയുന്ന കണ്ണൂർ പടപ്പയങ്ങാട് സ്വദേശിയായിട്ടുള്ള ജോർജ് ജോസഫ് എന്ന ആൾ പെൺകുട്ടിക്ക് നേരെ ഇത്തരത്തിലുള്ള ലൈംഗിക ചേഷ്ടകൾ കാണിച്ചുകൊണ്ട് വന്നത്. അത് കഴിഞ്ഞ് പെൺകുട്ടി ഒരു ബുദ്ധിമുട്ട് രൂക്ഷമായ ഘട്ടത്തിലാണ് പെൺകുട്ടി ഇത്തരത്തിൽ മൊബൈലിലേക്ക്. ഒന്ന് ആലോചിച്ചൊക്കെ, തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടി അത് മൊബൈൽ എന്താ പറയാ അത് വീഡിയോ എടുക്കുകയും ചെയ്തു. ഈ രണ്ട് സംഭവത്തിലും ഞാൻ മനസ്സിലാക്കുന്ന കാര്യം വെച്ചാൽ ഒരു 5 പൈസയ്ക്ക് ഒരാളൊരു അത്യാവശ്യം പ്രായമുള്ളതാണ്. മറ്റേ ചെറുപ്പക്കാരാണെങ്കിൽ എന്താ പറയാ മദ്രസ അധ്യാപകനാണെങ്കിൽ വളരെ ചെറുപ്പക്കാരാണെങ്കിൽ വളരെ ചെറുപ്പമാണ്. അപ്പോൾ ഈ രണ്ടു പേർക്കും ഈ ചുറ്റും നടക്കുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തെക്കുറിച്ച് ഒരു ധാരണയില്ല. എന്തെങ്കിലും ഇത്തരത്തില് ഒരു ലൈംഗിക പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് തീർക്കുക, അത് അവിടെ വെച്ചിട്ട് ആരുടെ മുമ്പിലും സാധനം പ്രദർശിപ്പിക്കുക, അല്ലെങ്കിൽ തങ്ങളുടെ പെനീസൊക്കെ പെൺകുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവർ എന്ത് സങ്കല്പിച്ചിരിക്കുന്ന എനിക്ക് വലിയ പിടുത്തമില്ല. ഇവരൊക്കെ തലച്ചോറിനുള്ളിൽ എന്താന്ന് പോലും മനസ്സിലാവുന്നില്ല. ഈ പെനിസ് ആർക്കെങ്കിലും കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ പെനിസിന്റെ വലിപ്പം കണ്ടിട്ട് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഇതിന്റെ പിന്നാലെ പോകുമോ? അങ്ങനത്തെ വല്ല സെക്ഷൽ വീഡിയോസ് കണ്ടിട്ടാണ് ഇവന്മാരി കാട്ടിക്കൂട്ടുന്നത് വലിയ സംശയം ഉണ്ടാകും. ഇത് ഭയങ്കര അശ്ലീലമാണെന്നോ, ഇത് കണ്ടു കഴിഞ്ഞാൽ പരസ്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ലൈംഗിക ഉത്തേജനം ഉണ്ടാകുമെന്നൊന്നോ ഇവര് വിചാരിച്ച് കഴിഞ്ഞു വെച്ചിട്ടുണ്ടാവും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പെനിസ് ഇങ്ങനെ പുറത്തേക്ക് എത്തി ഇമാതിരി കളിക്ക് പോകുമ്പോൾ കളിക്കുന്നത്. എന്തായാലും ഒരു രക്ഷയില്ല. രണ്ടുപേരും ഗംഭീരമായിട്ട് നാറ്റിച്ചിട്ടുണ്ട്. ഒരുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മദ്രസ അധ്യാപകന്റെ ബാക്കി വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പിലേക്ക് തരണം വിചാരിച്ചാണ്. പക്ഷെ ഒരു രക്ഷയില്ല. സംഗതി ആ ഒരു വീഡിയോ തന്നെ ഇപ്പൊ കാണാനില്ല. ദിസ് റിലീസ് അൺഅവൈലബിൾ എന്നാണ്. അത് അവർ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഒരു മദ്രസ അധ്യാപകനെതിരെ അതിഭീകരമായിട്ടുള്ള ആക്രമണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നടക്കുന്നുണ്ട്. ലിഞ്ചിങ് തന്നെയാണ്. കാരണം ഇത്ര ആളുകളൊക്കെ നമുക്ക് തുറന്ന് കാണിച്ച് വെക്കുന്നതാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനിയിപ്പോൾ മതപരമായിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലാച്ചെങ്കിൽ അങ്ങനെ. ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ബൈ.